നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഒക്ടോബർ മാസം 18-ാം തീയതി ശനിയാഴ്ച ദിവസം നടക്കുന്ന കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു. ഏവരെയും സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാരുണ്യം ആഗ്രഹിക്കാത്തവരാരും തന്നെയില്ല. മനുഷ്യരിൽ നിന്നുള്ള കാരുണ്യത്തെ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ഈശ്വരനിൽ നിന്നുള്ള കാരുണ്യത്തെ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ കാരുണ്യം ലഭിക്കാൻ വേണ്ടി ഈശ്വരന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദേവന്മാരുടെയും ദേവിമാരുടെ മുമ്പിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നല്ല കാലം ഉണ്ടാകാൻ വേണ്ടി എന്നിൽ കരുണ ചൊരിയണമേ, കാരുണ്യം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞ സമൃദ്ധിക്കും നല്ല കാലം ഉണ്ടാകുവാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഈശ്വര കാരുണ്യം ചൊരിയണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി ഉന്നമനം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ കാരുണ്യം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ കേരള ഗവൺമെന്റ് തങ്ങളുടെ ജനങ്ങളിലേക്ക് കാരുണ്യം എത്തിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചതാണ് കാരുണ്യ ലോട്ടറി. പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ ഗവൺമെന്റിന്റെ കാരുണ്യ ഹസ്തം എത്തിച്ചേരുവാൻ വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു തുക ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് കാരുണ്യ ലോട്ടറിയിൽ കൂടി കിട്ടുന്ന വരുമാനത്തിന്റെ ഏകദേശം നല്ലൊരു പങ്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ മേഖലയിലേക്ക് ഗവൺമെന്റ് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ 50 രൂപ കൊടുത്ത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ, ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ആ 50 രൂപയും കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു എന്ന് തന്നെ കരുതുക. എന്നാൽ അതോടൊപ്പം തന്നെ ഈ 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഗവൺമെന്റ് നെറുക്കെടുപ്പിൽ കൂടി കുറെ ആൾക്കാർക്ക് ധനത്തെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി നെറുക്കെടുക്കുന്ന സമയം ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 3 മണി 30 മിനിറ്റ് വരെയുള്ള സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് കുറെ നാളുകാർക്ക് ധനം കൊടുക്കണമെന്ന് ഗവൺമെന്റ് ഭാഗ്യദേവതയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് 10-30 ലക്ഷം ടിക്കറ്റ് ഒക്കെ വിറ്റഴിക്കും. അതിൽ നിന്ന് കുറച്ചുപേരെ ഗവൺമെന്റ് തെരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ധനം കൊടുക്കും. പക്ഷെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ 10-30 ലക്ഷം പേരിൽ നിന്ന് നമുക്ക് ഭാഗ്യം വന്നു ചേരണമെങ്കിൽ ഭാഗ്യദേവത നമ്മളെ അനുഗ്രഹിക്കണം. അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഈ ശനിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതാണെന്ന് ജ്യോതിഷത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യ നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുവാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്കും കാരുണ്യ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാല് അനിഴം കേട്ട നാളുകാരും 50 രൂപ കൊടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചാൽ അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട്. ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഭാഗ്യം കൊണ്ട് ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർ. ശനിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ഒരുപക്ഷെ അവർക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാകാം എന്നും ഞാൻ കരുതുന്നു. ഇനിയും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാർ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം കൈകോർത്ത് പിടിച്ച് ചേർത്ത് നിന്ന് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒരു 50 രൂപ അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ചേർന്നുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരായിട്ടുള്ളവർ ഭാര്യയുമായി ഭർത്താവുമായി ചേർന്ന് രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ദേവനെയോ ദേവിയോ ഒക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് ഒരു ടിക്കറ്റ് എടുക്ക്. ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. നിങ്ങൾക്ക് ചിലപ്പോൾ 1 കോടി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 25 ലക്ഷമായിരിക്കും വരുന്നത്. മോശമാണോ? നല്ലൊരു തുകയല്ലേ. ഇന്നലെ എനിക്കൊരാള് 500 രൂപ അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അറിയണ്ട, ഭാഗ്യം വർദ്ധിക്കണം എന്ന് പറഞ്ഞ് പൂജ ചെയ്യുവാൻ 500 രൂപ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ലോട്ടറി ടിക്കറ്റ് ലോട്ടറി സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് തന്നത്. ഇനിയും ഭാഗ്യം വർദ്ധിക്കണം എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. അപ്പോൾ എങ്ങനെ എനിക്ക് ഓരോരുത്തരൊക്കെ ഇങ്ങനെ പൈസ അയച്ചു തരാറുണ്ട്. അപ്പോൾ അത് ഇന്നലെ തന്ന ആ വ്യക്തിക്ക് വൈക്കം, കോട്ടയം ജില്ലയിൽ വൈക്കത്തുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി.
അദ്ദേഹം എനിക്ക് പൈസ തന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്മയുള്ള ഒരു മനുഷ്യനാണ്, നന്ദിയുള്ള ഒരു മനുഷ്യനാണ്. ആ കിട്ടിയപ്പോൾ അത് എന്നെ ഓർത്തു. അപ്പോൾ ആ മനുഷ്യനെ മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നന്മയിലേക്ക് നയിക്കട്ടെ, അവരുടെ ജീവിതം സന്തോഷമായി തീരട്ടെ, അവർക്ക് ജീവിതത്തിൽ അല്ലലും അലച്ചിലും ഒന്നും ഇല്ലാതെ അവരുടെ കുടുംബം തലമുറകളായിട്ട് അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞാൻ മഹാദേവനോട് അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. നന്ദിയുള്ളവരായി ജീവിക്കണം എന്നാണ് മഹാദേവൻ പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന്, കുംഭക്കൂറിൽപ്പെട്ടവർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. വെറും 50 രൂപയ്ക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഒരുപാട് രൂപ ഒന്നും കൊടുത്ത് 50 രൂപ, വെറും 50 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരാണ്. അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, വൈകല്യമുള്ളവർ, ഈ മഴയത്തും വെയിലത്തും ഒക്കെ കടന്ന് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവർ, അവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത. അപ്പോൾ ഇന്ന് ആൾക്കാരൊക്കെ ലോട്ടറി എടുത്ത് 50 രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ലോട്ടറി അടിക്കും. നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, 10-30 ലക്ഷം പേരിൽ നിന്നാണ് നിങ്ങളെ തെരഞ്ഞെടുക്കുക. അതൊരു മഹാഭാഗ്യം തന്നെയാണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഈ നാളുകാരെല്ലാം ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. മറ്റുള്ളവരൊക്കെ സമയം നല്ലതാണെങ്കിൽ, ദശാകാല സമയമോ അപകാര സമയമൊക്കെ നല്ലതാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവരും ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അങ്ങനെയും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ്. നേരിട്ട് വന്നെന്നെ കാണാം. അല്ലാത്തവർ വാട്സപ്പിൽ കൂടി നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ അറിയാം. എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജനനത്തീയതിയും ജനിച്ച സമയവും വാട്സപ്പ് ചെയ്യണം. എൻ്റെ ഫീസ് 500 രൂപയുണ്ട്. 500 രൂപ ഉണ്ട്. 500 രൂപ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക. അപ്പോൾ 500 രൂപ നിങ്ങളുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളെ എല്ലാവരുടെയും നക്ഷത്രമൊക്കെ എടുത്ത് പരിശോധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് 500 രൂപ ഫീസ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് 500 രൂപ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജ്യോതിഷത്തിൽ കൂടിയുള്ള ഒരു അഭിവൃദ്ധി. ജ്യോതിഷം ഒരു സത്യമായ ശാസ്ത്രമാണ്. ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നവരാണ് ഇതിനെ തെറ്റായിട്ട് കാണുന്നത്. അവർ തെറ്റായ രീതിയിലൊക്കെ, ഇപ്പൊ ശബരിമല സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം അടിച്ചുകൊണ്ട് പോയി, നിങ്ങളുടെ എല്ലാ പോറ്റിമാരും കള്ളന്മാരാണോ? അല്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കുറച്ചു പേരൊക്കെ ഇതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറെ പേര് പറയും ജ്യോതിഷം കള്ളമാണ്, അങ്ങനെയാണ്. അവരുടെ അനുഭവം കൊണ്ടാണ് അവർ പറയുന്നതൊക്കെ പറയും. ശരിയാണ്. അവർ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോയി അവരുടെ ജീവിതത്തിൽ ധനനഷ്ടം ഉണ്ടായി, അവർക്ക് കാര്യനേട്ടം ഉണ്ടായിട്ടില്ല, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതൊക്കെ സംഭവമൊക്കെ സത്യമാണ്. ഈ ലോകമല്ലേ, അങ്ങനെയാണ്. എല്ലാവരും ഉൾപ്പെട്ട ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി എന്നെ സമീപിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം, അതുപോലെ തന്നെ 500 രൂപ ഫീസ് അടച്ചതിന്റെ സ്ക്രീൻഷോട്ട്, നിങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങൾ അതും രേഖപ്പെടുത്തി അയച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ മറുപടി തരുന്നതാണ്. നേരിട്ട് കാണണമെന്നുള്ളവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ടൗണിനകത്ത് തന്നെയാണ് ഓഫീസ്. കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് തന്നെ കാണാം. നിങ്ങളുമായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് എന്താണ് നീക്കുപോക്ക് എന്നുള്ളതെല്ലാം പറഞ്ഞ് നിങ്ങളെ രക്ഷപ്പെടുത്താം. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ വന്നു ചേരുക. ഞാനിവിടെ കുറെ നമ്പറുകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാ ദിവസവും നിങ്ങൾ കാണുന്ന നമ്പറുകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ സ്വന്തം ബുദ്ധിയാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്പറുകളൊക്കെ എഴുതിയെടുത്ത് അത് പല പ്രാവശ്യം ആലോചിച്ച് അതിൽ നിന്നൊരു നമ്പർ തിരഞ്ഞെടുത്തൊക്കെ പോയി നിങ്ങൾക്ക് ചെയ്യാം. സമയം കുറച്ച് മെനക്കെടണം. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് തന്നെ സ്വയമേ കണ്ടുപിടിക്കാവുന്നതാണ് എന്നുള്ളതും പ്രത്യേകിച്ച് പറയുന്നു. ഈ നമ്പറുകളൊക്കെ ഞാൻ പൂജിച്ച് സ്ക്രീനിൽ ചേർത്തതാണ്. ഞാൻ കുറെ നമ്പറുകൾ എഴുതിയെടുത്തിട്ട് അത് മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് പൂജ ചെയ്ത്, മഹാദേവൻ എൻ്റെ ഈ ലോട്ടറി ചാനൽ കാണുന്നവർക്ക് അവർക്കൊരു നേട്ടം ഉണ്ടാകണം. കുറെ പേർക്കെങ്കിലും ദിവസവും ലോട്ടറി ടിക്കറ്റിൽ നിന്നും വരുമാനം കിട്ടണം, പൈസ കിട്ടണം. ആ ഒരു ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ച് പൂജ ചെയ്താണ്. അവസാനത്തെ രണ്ടക്ക നമ്പറുകളെല്ലാം ഉൾപ്പെടുത്തി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുക.
ഇനി സംഖ്യാശാസ്ത്ര പ്രകാരം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, സംഖ്യാശാസ്ത്ര പ്രകാരം ടിക്കറ്റ് എടുക്കാവുന്ന കാര്യങ്ങൾ, നിങ്ങളെ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ 4 അക്ക നമ്പറുകളോ 6 അക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ 3 വരിക, 6 വരിക, 9 വരിക, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെയും ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.